ഹലോ ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, ഇറ്റ്സ് മീ ദിയ തെരേസ സിബി. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓഡിറ്റിലെ വൺ ഓഫ് ദ മെയിൻ ടോപ്പിക്സ് ആയ എത്തിക്സ് ആണ്. എത്തിക്സിൽ എങ്ങനെയാണ് ACCAക്ക് എക്സാം ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഒന്നെങ്കിൽ MCQ ടൈപ്സ്, അപ്പം സിനാരിയോ തന്നിട്ട് നിങ്ങളോട് ഇതിൽ ഏത് എത്തിക്കൽ ത്രെഡ് ആണ് സിനാരിയോയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വരും. അതല്ലെങ്കിൽ ഒരു സിനാരിയോ തന്നിട്ട് അതിലെ എത്തിക്കൽ ത്രെഡും അതിന്റെ സേഫ് ഗാർഡ്സും എഴുതാനായിട്ട് ക്വസ്റ്റ്യൻസ് വരും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് എത്തിക്സ് എന്ന് വരാൻ ചാൻസ് ഉള്ളത്. അല്ലെങ്കിൽ തിയറി ബേസ്ഡ് ആയിട്ട് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ACCA അങ്ങനത്തെ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് എത്തിക്സിന്റെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് എത്തിക്സ്. അതിനെ നമുക്ക് ചെറുതായിട്ട് പിക്കോപ്പ് എന്ന് പറയാം. ഓക്കെ, അതിൽ ഏതൊക്കെയാ പറയാനുള്ളത്? പ്രൊഫഷണൽ കോമ്പറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ, ഇന്റഗ്രിറ്റി, ഒബ്ജക്ടിവിറ്റി, കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് പ്രൊഫഷണൽ ബിഹേവിയർ. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് ഇന്റഗ്രിറ്റി. ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ACCA മെമ്പേഴ്സ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം. അല്ല, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ വേണം ചെയ്യാൻ. അതാണ് ഇന്റഗ്രിറ്റിയിൽ പറയുക. ദെൻ ഒബ്ജക്ടിവിറ്റി. ഒബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ബയാസ്ഡ് ആവാൻ പാടില്ല. ആരുടെയെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് നമ്മുടെ ജഡ്ജ്മെന്റ് നമ്മൾ ബയാസ്ഡ് ആവാൻ പാടില്ല. ജഡ്ജ്മെന്റ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. അത് നമ്മുടെ ജഡ്ജ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. അതൊക്കെയാണ് ഒബ്ജക്ടിവിറ്റിയിൽ പറയുക. പിന്നെ കോൺഫിഡൻഷ്യാലിറ്റി. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഓഡിറ്റർ ആണ്. അപ്പൊ അവിടെ വർക്ക് ചെയ്യുമ്പം നമ്മൾ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ ക്ലയന്റിന്റെ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻസ് ഒരിക്കലും ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. കോൺഫിഡൻഷ്യാലിറ്റിയിൽ രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഫസ്റ്റ് വൺ, നമ്മൾ ഏത് പർപ്പസിന് വേണ്ടിയിട്ടാണോ അവിടുത്തെ ഇൻഫോർമേഷൻസ് അക്യൂർ ചെയ്യുന്നത്, ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രമേ നമ്മൾ ആ ഇൻഫോർമേഷൻസ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമത്തെ കാര്യം, ആ നമ്മൾ അക്യൂർ ചെയ്യുന്ന ഇൻഫോർമേഷൻസ് ഒരിക്കലും ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. ഈ രണ്ട് കാര്യങ്ങളാണ് കോൺഫിഡൻഷ്യാലിറ്റിയിൽ വരുന്നത്. അടുത്താണ് പ്രൊഫഷണൽ ബിഹേവിയർ. ഓഡിറ്റേഴ്സ് എപ്പോഴും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാര്യങ്ങളൊക്കെ പാലിച്ചു വേണം മുന്നോട്ട് പോകാൻ. ദെൻ പറയുന്നതാണ് പ്രൊഫഷണൽ കോമ്പറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ. പ്രൊഫഷണൽ കോമ്പറ്റൻസ് ആൻഡ് ഡ്യൂ കെയറിൽ പറയുന്നത് നമ്മൾ ഒരു ജോലിയിൽ പ്രവേശിക്കുമ്പം അതിനാവശ്യമായിട്ടുള്ള എക്സ്പീരിയൻസ്, അപ് ടു ഡേറ്റ് നോളജ്, സ്കില്ല് കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. എങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു ജോബ് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാവുള്ളൂ. അതാണ് പ്രൊഫഷണൽ കോമ്പറ്റൻസ് ആൻഡ് ഡ്യൂ കെയറിൽ പറയുന്നത്. ഓക്കെ, ഞാൻ ഇത് വായിച്ചു തരാം. ഒബ്ജക്ടിവിറ്റി മീൻസ് മെമ്പേഴ്സ് ഷുഡ് നോട്ട് കോംപ്രമൈസ് ദെയർ പ്രൊഫഷണൽ ബിഹേവിയർ ജഡ്ജ്മെന്റ് ബൈ ഇൻട്രൊഡ്യൂസിംഗ് ബയാസ്ഡ്, കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ബൈ അതേഴ്സ്. നമ്മൾ ഒരിക്കലും നമ്മുടെ പ്രൊഫഷണൽ ജഡ്ജ്മെന്റ് മറ്റൊരാളുടെ ഇൻഫ്ലുവൻസ് മൂലം മാറ്റരുത്. Then professional behavior. Members should comply with relevant laws and regulations and ensure they avoid any actions that discredit the provision. Rules and regulations കാര്യങ്ങളൊക്കെ പാലിച്ചു വേണം ACCA members മുന്നോട്ട് പോകാൻ. Then professional competence and due care. Members should maintain professional knowledge and skill at the level required to ensure that a client or employer receives competent professional service based on current development in practice, legislation and techniques. Due care means includes applying up-to-date standard, adhere to ethical principles, aware of terms and conditions by law and engagement letter. Integrity എന്താ പറയുന്നത്? നമ്മൾ ഹോണസ്റ്റ് ആയിരിക്കണം, സ്ട്രേറ്റ് ഫോർവേഡ് ആയിരിക്കണം. Members should be straightforward, honest and fair in all professional and business relationship. Confidentiality means members should not disclose any information acquired because of the professional or business relationship to any parties outside their firm unless there is proper or specific authority. കൃത്യമായിട്ട് ആരെങ്കിലും പറയാതെ അല്ലെങ്കിൽ ഒരു ലീഗൽ റിക്വയർമെന്റ് വരാതെ നമ്മൾ ഒരിക്കലും നമ്മുടെ ക്ലയന്റിൽ നിന്ന് അക്വയർ ചെയ്യുന്ന ഇൻഫോർമേഷൻസ് തേർഡ് പാർട്ടിയുടെ അടുത്ത് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. മാത്രമല്ല വേറൊരു കാര്യം കൂടെ വരുന്നുണ്ട്. അത് ഏത് പർപ്പസിന് വേണ്ടിയിട്ടാണോ നമ്മൾ ആ ഒരു ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്തത്, ആ പർപ്പസിന് വേണ്ടി മാത്രമേ നമ്മൾ ആ ഒരു ഇൻഫോർമേഷൻസ് യൂസ് ചെയ്യാൻ പാടുള്ളൂ.
അപ്പൊ ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ത്രെഡ്സ് ടു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ്. അപ്പം ഇതിന് എതിരായിട്ട് വരുന്ന ത്രെഡ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് വരുന്ന ത്രെഡ് ആണ് സെൽഫ് ഇൻട്രസ്റ്റ് ത്രെഡ്. നമുക്കൊരു കമ്പനിയിൽ ഓഡിറ്റർ ആയിട്ട് ചെല്ലുമ്പോൾ അവിടെ പ്രൊഫഷണൽ ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതൽ സെൽഫ് ഇൻട്രസ്റ്റ്, നമ്മുടെ സെൽഫ് ഇൻട്രസ്റ്റ് മൂലം നമ്മുടെ എന്തെങ്കിലും ജഡ്ജ്മെന്റ് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് സെൽഫ് ഇൻട്രസ്റ്റ് ത്രെഡ് എന്ന് പറയുന്നത്. ഇതാണ് സെൽഫ് ഇൻട്രസ്റ്റ് ത്രെഡ്. Where an auditor has a financial or other interest that will inappropriately influence the judgment or behavior of the assurance provider. നമുക്ക് ഉണ്ടായ ഒരു ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റോ മറ്റേതെങ്കിലും ഇൻട്രസ്റ്റോ മൂലം നമ്മുടെ ജഡ്ജ്മെന്റ് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുക? സെൽഫ് ഇൻട്രസ്റ്റ് ത്രെഡ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾസ് ഇവിടെ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ആ ഒരു കമ്പനിയിൽ ഷെയർസ് ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും അവിടെ ഷെയർസ് ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ആ ഒരു കമ്പനിയോട് വരും. അല്ലെങ്കിൽ ഫീ ഡിപ്പെൻഡൻസി, നമ്മുടെ ഫീസ് പെൻഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് വരും. പിന്നെ ഗിഫ്റ്റ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി, ഒരു സബ്സ്റ്റാൻഷ്യൽ വാല്യൂവിൽ കൂടുതലുള്ള ഗിഫ്റ്റ്, ഹോസ്പിറ്റാലിറ്റി സർവീസ് ഒക്കെ നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് അവിടെ ഒരു സെൽഫ് ഇൻട്രസ്റ്റ് വരും. ദെൻ ബിസിനസ് ലോൺ, ഒരു സാധാരണ ആൾക്കാർക്ക് കൊടുക്കുന്നതിനേക്കാൾ ഇൻട്രസ്റ്റ് കുറച്ചുള്ള ലോണുകൾ, ബിസിനസ് ആൻഡ് പേഴ്സണൽ റിലേഷൻഷിപ്പ്, എംപ്ലോയ്മെന്റ് വിത്ത് ക്ലയന്റ്, ഓവർഡ്യൂ ഫീസ്, കണ്ടിജൻസി ഫീസ്, ലിറ്റിഗേഷൻ വിത്ത് ദ ക്ലയന്റ്, ഇതൊക്കെയാണ് സെൽഫ് ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, അടുത്തതാണ് ഇന്റിമിഡേഷൻ ത്രെഡ്. ഇന്റിമിഡേഷൻ ത്രെഡ് എന്ന് പറഞ്ഞാൽ എന്താ? Actual or preserved pressure from the client or attempt to exercise an undue influence over assurance provider. നമ്മളെ ആരെങ്കിലും പ്രഷറൈസ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യിപ്പിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും ഒരു ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യിപ്പിക്കുവാണെങ്കിൽ, ഒരു അൺഡ്യൂ ഇൻഫ്ലുവൻസ് കൊണ്ട് നമ്മുടെ ഡിസിഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ജഡ്ജ്മെന്റ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട വന്നാൽ അതിനെയാണ് ഇന്റിമിഡേഷൻ ത്രെഡ് എന്ന് പറയുന്നത്. ഇന്റിമിഡേഷൻ ത്രെഡിന്റെ എക്സാമ്പിൾസ് വരുന്ന ഫീ ഡിപ്പെൻഡൻസി, പേഴ്സണൽ റിലേഷൻഷിപ്പ്, ഓഡിറ്റ് പാർട്ട്ണർ ലീവ്സ് ടു ജോയിൻ ക്ലയന്റ്, ലിറ്റിഗേഷൻ വിത്ത് ദ ക്ലയന്റ്. അപ്പം നമ്മുടെ ഓഡിറ്റിൽ നമ്മളോട് കൂടി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാള് കുറച്ച് നാൾക്ക് ശേഷം ക്ലയന്റിന്റെ കമ്പനിയിൽ ജോയിൻ ചെയ്തെങ്കിൽ നമ്മൾ പോകുമ്പോൾ ആരെ കാണും? നമ്മുടെ ഓഡിറ്റ് പാർട്ട്ണറിനെ കാണും. ഓക്കെ, അവര് പറയുവാണ് ഇത് എന്തായാലും ഈ തെറ്റ് നമ്മൾ മറച്ചു വെക്കണം എന്ന് പറഞ്ഞ് നമ്മളെ പ്രഷറൈസ് ചെയ്യുവാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ത്രെഡാണ് ഇന്റിമിഡേഷൻ ത്രെഡ്. അടുത്താണ് അഡ്വക്കസി. അഡ്വക്കസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലയന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു ത്രെഡാണ് അഡ്വക്കസി ത്രെഡ്. നമ്മളെ ക്ലയന്റിനെ റെപ്രസെന്റ് ചെയ്ത് സംസാരിക്കുക, നമ്മൾ ക്ലയന്റിനെ പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ക്ലയന്റിന് വേണ്ടി സംസാരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വരുന്ന ത്രെഡാണ് അഡ്വക്കസി ത്രെഡ്. ആൻഡ് ദെൻ സെൽഫ് റിവ്യൂ ത്രെഡ്. സെൽഫ് റിവ്യൂ ത്രെഡ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ചെയ്യുന്ന വർക്ക് നമ്മൾ തന്നെ റിവ്യൂ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ത്രെഡാണ് സെൽഫ് റിവ്യൂ ത്രെഡ്. ഫോർ എക്സാമ്പിൾ അക്കൗണ്ട്സ് പ്രിപ്പറേഷൻ, ഇന്റേണൽ ഓഡിറ്റ് നമ്മുടെ കമ്പനിക്ക് തന്നെയാണ് കിട്ടിയതെങ്കിൽ, അല്ലെങ്കിൽ ടാക്സ് കമ്പ്യൂട്ടേഷൻ വർക്ക് നമ്മുടെ കമ്പനിയാണ് ചെയ്തു കൊടുത്തതെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ക്ലയന്റ് സ്റ്റാഫ് ജോയിൻസ് ദ ഓഡിറ്റ് ഫേം, ക്ലയന്റിന്റെ സ്റ്റാഫ് ആയിരുന്നു പക്ഷെ നമ്മുടെ കമ്പനിയിൽ വന്ന് ചേർന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? അയാൾ ചെയ്ത വർക്ക് തന്നെ റിവ്യൂ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനെ നമ്മൾ ചെയ്ത വർക്ക് നമ്മൾ തന്നെ റിവ്യൂ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ത്രെഡാണ് സെൽഫ് റിവ്യൂ ത്രെഡ്. ആൻഡ് ഫൈനലി ഫെമിലിയാരിറ്റി ത്രെഡ്. ഫെമിലിയാരിറ്റി ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് അസോസിയേഷൻ വരുന്നത് മൂലം, എന്നുവെച്ചാൽ പരിചയം കൂടുന്നത് മൂലം അവിടുത്തെ പ്രൊഫഷണൽ ബൗണ്ടറിക്ക് മേലെ പേഴ്സണൽ റിലേഷൻഷിപ്പ് വരുമ്പോൾ ഉണ്ടാവുന്ന ത്രെഡാണ് ഫെമിലിയാരിറ്റി ത്രെഡ്. When the auditor becomes too sympathetic or too trusting of a client and loses professional skepticism, or where the relationship between auditor and client goes beyond professional boundaries. അപ്പം ഇത് നിങ്ങൾക്കൊരു സിനാരിയോ തരുമ്പം ആദ്യം നിങ്ങൾ നോക്കുക, അത് നമുക്ക് ഇതിൽ രണ്ടെണ്ണം ക്യാൻസൽ ഔട്ട് ചെയ്ത് കളയാൻ പറ്റും. ആദ്യം തന്നെ അഡ്വക്കസി ആൻഡ് സെൽഫ് റിവ്യൂ. സെൽഫ് റിവ്യൂ എപ്പോഴാണ് വരുന്നത്? നമ്മൾ ചെയ്ത ഒരു വർക്ക് അല്ലെങ്കിൽ ഓഡിറ്റ് ഫേം ചെയ്ത ഒരു വർക്ക് ഓഡിറ്റ് ഫേം തന്നെ റിവ്യൂ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ത്രെഡാണ് സെൽഫ് റിവ്യൂ. അപ്പൊ അങ്ങനെ ഒരു സിനാരിയോ ഫസ്റ്റ് ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ട് നമുക്കത് ക്യാൻസൽ ഔട്ട് ചെയ്യാം.
അല്ലെങ്കിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ക്യാൻസൽ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അഡ്വക്കസി. നമ്മൾ ആ ഒരു സിനാരിയോയിൽ ക്ലയന്റിനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടോ, ക്ലയന്റിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടോ, ക്ലയന്റിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഇല്ലെങ്കിൽ അതും നമുക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ നമുക്ക് വരുന്നതാണ് ഏത്, സെൽഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഇന്റിമിഡേഷൻ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഒരു ഫാമിലി റിലേറ്റീവ് ആ ഒരു കമ്പനിയിൽ കുറച്ച് ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക, അല്ലെങ്കിൽ ആ കമ്പനിയിൽ വർക്ക് ഉണ്ടെന്ന് നോക്കുക, അവിടുത്തെ ഫിനാൻഷ്യൽ മാനേജറാന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ അവരോടുള്ള ഒരു ഇൻട്രസ്റ്റ് മൂലം, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി അവര് ചെയ്ത ഒരു മിസ്റ്റേക്ക് നമ്മൾ കണ്ടില്ല എന്ന് വെക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്നതാണ് സെൽഫ് ഇൻട്രസ്റ്റ്. നേരെ മറിച്ച് നമുക്ക് പരിചയമുള്ളതല്ല, ആ ഒരു നമ്മുടെ റിലേറ്റീവ് നമ്മളെ പ്രഷറൈസ് ചെയ്യുവാണ്. നമുക്ക് പരിചയമുള്ള ആ ഒരാള് നമ്മളെ പ്രഷറൈസ് ചെയ്യുവാണ്, ഇത് ഇങ്ങനെ ചെയ്തേ പറ്റൂ, നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. അതപ്പം നമ്മളെ അങ്ങോട്ട് പ്രഷറൈസ് ചെയ്ത് നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി ചെയ്യിപ്പിക്കുമ്പോൾ അവിടെ വരുന്നതാണ് ഇന്റിമിഡേഷൻ. അതാണ് സെൽഫ് ഇൻട്രസ്റ്റും ഇന്റിമിഡേഷനും തമ്മിൽ ചെറിയൊരു വ്യത്യാസം വരുന്നത്. ഇന്റിമിഡേഷൻ നമ്മളെ ഭീഷണിപ്പെടുത്തി പ്രഷറൈസ് ചെയ്ത് ചെയ്യിപ്പിക്കുന്നതും, സെൽഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ കമ്പനിയോട് ഒരു പേഴ്സണൽ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ളത് മൂലം നമ്മളായിട്ട് തന്നെ ചെയ്യുന്നതാണ് സെൽഫ് ഇൻട്രസ്റ്റ്. മറ്റേതാണ് ഇന്റിമിഡേഷൻ. പിന്നെ വരുന്നതാണ് ഏത്, ഫെമിലിയാരിറ്റി. നമുക്ക് ഒരു വ്യക്തിയോടുള്ള പരിചയം മൂലം, അല്ലെങ്കിൽ നമ്മൾ അവരോട് ഭയങ്കരമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് മൂലം, നമ്മുടെ ആ ഒരു പരിചയം മൂലം നമ്മൾ ഒരു കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്നതാണ് എന്ത്, ഫെമിലിയാരിറ്റി ത്രെഡ്. എക്സാമ്പിൾസ് എന്താ, ലോങ് അസോസിയേഷൻ, പേഴ്സണൽ റിലേഷൻഷിപ്പ്, മൂവ്മെന്റ് ഓഫ് സ്റ്റാഫ് ബിറ്റ്വീൻ ദ ഫേം ആൻഡ് ക്ലയന്റ്, ഗിഫ്റ്റ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ത്രെഡിനെ കുറിച്ചും ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ACCയെ കുറിച്ചും അല്ലെങ്കിൽ എത്തിക്സിനെ കുറിച്ചും പറയാനുള്ളത്. താങ്ക് യു.